രോമം പിച്ചെടുക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. കംഫോർട്ടാ. അമ്മ നോക്കട്ടെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാമേ. ഈ കോട കാണുമ്പോ പറയും നമ്മളിപ്പോ എവിടാ? ഓ തെമ്മല എന്ന് പറയണോ? അതായിരിക്കും നമ്മളിപ്പോ തെമ്മലയാ. അല്ല, നമ്മളിപ്പോ മൂന്നാറാ. മൂന്നാറ്. ഇന്നലെ നൈറ്റ് നമ്മൾ വന്നതാണ് സുഹൃത്തുക്കൾ. ഇന്നൊരു രാവിലെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി അമ്പുക്കുട്ടിയെ നമ്മള് നേരെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് ഇവിടെ നിന്ന് നേരെ ട്രിവാൻഡ്രം പോയി അങ്ങനെ കറങ്ങി തിരിഞ്ഞിന്ന് കൊറേ ഓട്ടം ഓടി വന്നതാണ് ഇന്ന്. ഇപ്പൊ അങ്ങോട്ട് രാവിലെ പോയി നമ്മളിത് ഇപ്പൊ 6:30 ആയപ്പോഴായിട്ട് വീട്ടിലോട്ട് വരുന്നത്. അമ്പുക്കുട്ടിയെ രാവിലെ അമ്മയുടെ ആക്കിയിട്ട് പോയതാ. നമ്മളെ മിസ് ചെയ്ത് ഇടയ്ക്ക് വരാന്തയിലൊക്കെ പോയി നിന്ന് റോട്ടിലോട്ട് നോക്കി നിൽക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പിരിഞ്ഞിരിക്കണം, അപ്പോഴേ നമ്മളൊരു വാല്യൂ വരെ മനസ്സിലാവത്തുള്ളൂ. അല്ലേ അല്ലേ അല്ലേ? പക്ഷെ ഓരോ 10 മണിക്കൂർ അതേ കൂടുതൽ പറ്റത്തില്ലേ? അപ്പം എന്തായാലും നമ്മളെന്നൊരു ചലഞ്ച് ഒക്കെ എടുത്തു. അത് മേ ബി നിങ്ങൾ കണ്ടു കാണും. ഒരു സദ്യയുടെ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടു കാണും. സോ ഇനി നമുക്ക് ഓണം ഷോപ്പിംഗ്. നമ്മൾ ഡ്രസ്സ് ആരും എടുത്തിട്ടില്ല. അമ്മയ്ക്ക് എടുത്ത് കൊടുക്കണം, എനിക്കും മൃദുലയ്ക്കും എടുക്കണം, അമ്പോട്ടന് എടുക്കണം. അപ്പം കഴിഞ്ഞ ഓണമേ നമ്മൾ ആരും അങ്ങനെ ആഘോഷിച്ചു ഒന്നുമില്ല അല്ലേ? ഇല്ല, കഴിഞ്ഞ ഓണം ഒട്ടും ആഘോഷിച്ചില്ലല്ലോ. കഴിഞ്ഞ ഓണം ഇല്ലായിരുന്നല്ലോ നമുക്ക്. അച്ഛൻ മരിച്ച വർഷമല്ലേ. അപ്പം ഈ വട്ടം അങ്ങനെ ഓണം ഭയങ്കരമായിട്ട് ആഘോഷിക്കൊന്നുമില്ല. പുതിയ ഡ്രസ്സ് വർഷം നമ്മൾ ഓണം ആഘോഷിച്ചില്ല. ഇല്ല, 2 വർഷമായിട്ട് ഓണം ഇല്ല. അപ്പൊ എന്തായാലും ഈ വട്ടം ഓണക്കോടിയൊക്കെ ഇട്ട് ഈ വട്ടം നമ്മൾക്ക് സദ്യയൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കി എടുക്കും. നമ്മള് രണ്ടുപേരും അമ്പുക്കുട്ടനും കൂടി വെച്ച് പറ്റുന്ന രീതിയിൽ നമ്മള് ഒരു പീസ്ഫുൾ ഓണമാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പൊ ഇന്ന് അതിന്റെ ഷോപ്പിങ്ങിന് വേണ്ടി പോണം. സോ നമ്മൾ ഇന്നലെ നൈറ്റ് വന്നതിന്റെ കുറച്ച് വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ അമ്പുക്കുട്ടി പോയി സർപ്രൈസ് ചെയ്യട്ടെ. നമ്മളിന്ന് നൈറ്റ് ഇവിടുന്ന് നേരെ തെന്മലയ്ക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. വണ്ടിയൊക്കെ നമ്മള് ചാർജിനിട്ടേക്കുന്നു. ഹലോ, ഉറക്കം ഇല്ല. സമയം ഇപ്പൊ എത്ര മണിയായി? 29% ചാർജ്. ടൈം 1 മണിയായി ഗൈസ്. വണ്ടി നമുക്ക് ഫുൾ ചാർജ് ആക്കിയിട്ട് വേണം നമുക്ക് പോവാൻ വേണ്ടിട്ട്. എടാ ഇവിടെ 80 കിലോവാട്ടിന് കേട്ടോ, ചട്ടപടാ കയറുന്നു. അയ്യോ, ചാർജിങ് കംപ്ലീറ്റ് ഇടുന്നു. ബാലൻസ് തീർന്നു. ഓ, ബാലൻസ് തീർന്നു കേട്ടോ. ഈ 2 നൈറ്റ് ചാർജ് ചെയ്യല്ല കേട്ടോ, ഭയങ്കര നഷ്ടമാണ്. 2 കിലോവാട്ടിന് 52 രൂപ എടുത്ത്. ടാക്സ് 9 രൂപ. 22 രൂപ കേട്ടോ 1 കിലോവാട്ടിന് നൈറ്റ്. ഇത് പകലാണെന്നുണ്ടെങ്കിൽ അയ്യോ ഏറ്റവും ലാഭം നമ്മുടെ ട്രാവൻകൂർ മാളില 15 രൂപ ഉള്ളു 1 കിലോവാട്ടിന് പകല്. നൈറ്റല്ല. സാധാരണ ഈ സമയം എല്ലാരും ലൈറ്റ് ഒക്കെ അണച്ചിട്ട് കിടന്ന് ഉറങ്ങുമല്ലേ 1 മണി സമയത്തൊക്കെ. അപ്പം കറണ്ടിന് ഇത്രയും പൈസ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ്, അത് ശരിയല്ലേ പറഞ്ഞത്. അറിയില്ല. 6 മണി ടു 10 അല്ലെ ഒരു 12 മണി വരെ അല്ലേ എല്ലാരും ഇലക്ട്രിസിറ്റി നല്ലോണം യൂസ് ചെയ്ത ടൈം. 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാരും ലൈറ്റ് അണച്ചിട്ട് കിടന്ന് ഉറങ്ങുമല്ലോ. അതെ അതെ അതെ, താങ്കൾ പറഞ്ഞത് റൈറ്റ് ആണ്. പക്ഷെ എല്ലായിടത്തും നൈറ്റ് ഭയങ്കര ചാർജാണ്. പക്ഷെ നമ്മള് അങ്ങനെ ഫാസ്റ്റ് ചാർജിങ് ഉപയോഗിക്കാറില്ല കേട്ടോ. വളരെ വളരെ കുറവാണ് ഫാസ്റ്റ് ചാർജിങ് ഉപയോഗിക്കുന്നത്. അതല്ല, ഇത് ഒരു അൺപ്ലാൻഡ് ട്രിപ്പായിരുന്നു. അതുകൊണ്ട് കുത്തിയിടാനൊന്നും പറ്റിയില്ല. അൺപ്ലാൻഡ് ട്രിപ്പിന് ഈവി ശരിയാവത്തില്ല കേട്ടോ. ചാർജ് ഇല്ലെങ്കിൽ നമ്മൾ വലിച്ചു പോകും. ഒരു 9-9:30 ആയപ്പോ തിന്നൊക്കെ കഴിഞ്ഞ് ഇരുന്നപ്പോണ്ട് തമ്മിലേ പോവാറ്. പിന്നെ പെട്ടെന്ന് കുളിച്ച് അമ്പൂട്ടനെ ഒരുക്കി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങി. എല്ലാം പെട്ടെന്നായിരുന്നു. ഓണമായിട്ട് എന്റെ താടിയൊക്കെ വളർന്ന് നമ്മളൊരു റീക്രിയേഷൻ എടുക്കാൻ വേണ്ടിട്ട് ഈ കോലത്തെ, അതായത് നമ്മൾ DC-യുടെ ഞാനും മൃദുലയും DC-യുടെ ക്യാരക്ടറുടെ പേര് ചന്ദ്രയും ദാസുമായിട്ട് എടുക്കാനൊക്കെ പ്ലാൻ ചെയ്ത സത്യം പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒരുമാതിരി വെച്ചേക്കുന്നത്. എന്നിട്ട് അതിട്ട് നടക്കുന്നുമില്ല. എന്നാ ഒരു ആഗ്രഹം, അത് സിനിമ കണ്ടപ്പോഴേ ഒരു മനസ്സിലൊരു ആഗ്രഹം അതിനകത്ത് കുറച്ച് ഷോർട്സ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം, നമുക്ക് തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും പോയി റീക്രിയേറ്റ് ചെയ്യണമെന്ന്. അതിന് ഇങ്ങനെ നീണ്ടു പോകും. അതിനനുസരിച്ച് ഇത് ഒരുമാതിരി. എനിക്കാണെങ്കിൽ താടിയുള്ള എന്റെ മുഖം കൊള്ളത്തേ ഇല്ല. ഇവിടെ എത്തിയപ്പോ കറക്റ്റ് അമ്പൂട്ട ഓണന്നേ. അറിയാം കേട്ടോ, അറിയാം. അമ്മയെ വിളിച്ച് ചാടി എണ്ണിക്കില്ലേ, ഒന്നാമത് സ്ട്രോക്ക് ഒക്കെ വന്ന ആളല്ലേ. അപ്പൊ ഉറങ്ങുവായിരുന്നേ. ഇപ്പൊ ഇവിടെ വന്നിട്ട് ബാന്ന്. ഓക്കേ, കയ്യിൽ എന്തോ ഇരിക്കുന്നത്?
കയ്യില് ഫ്രൂട്ട് സലാഡ്. ഫ്രൂട്ട് സലാഡ് ആരെങ്കിലും പാഴ്സലൊക്കെ വാങ്ങും? ഒരു ഫ്രൂട്ട് സലാഡ് പറഞ്ഞത്, അത് പാഴ്സൽ വാങ്ങിച്ചോണ്ട് 2 ഗ്ലാസ് ഉണ്ടായിരുന്നു, ഒരെണ്ണം ഏട്ടൻ കുടിച്ചില്ല. അമ്പുക്കുട്ടി, അമ്പുക്കുട്ടി, അമ്പൂട്ടാ, അമ്പൂട്ടാ, ഉറങ്ങിയോ അമ്പൂട്ടാ? എടീ അമ്പൂട്ടാ, അമ്പു, ഗമ ഗമ ഗമ, നീങ്ങ 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 നീങ്ങ. ഇങ്ങ വാ, ഇങ്ങ വാ, ഇങ്ങ വാ. സന്തോഷമൊക്കെ എന്ത് കാണിക്കുന്നേ? കണ്ടേണ്ട സന്തോഷം. അമ്മടി, അമ്മ അമ്മടി, അമ്മ വെച്ചിട്ടില്ല നിങ്ങളെ, അമ്മ വെച്ചിട്ടില്ല. കൊടുക്കാം നമുക്ക്, എന്തുവാ? തുണിക്കടയാണോ ഇത് തൂക്കോലാണോ? ഇവിടെ കണ്ണിലോട്ടാ. ഓണമായിട്ട് ഒരു സൂചി കുത്താൻ ഇവിടെ സ്ഥലമില്ല കേട്ടോ. തിരക്കെന്നൊക്കെ പറഞ്ഞ് അന്യായ തിരക്ക്. ഇവിടെ അമ്മയും മോളും കൂടി അമ്മയ്ക്ക് ഡ്രസ് എടുക്കുന്നത്, നമുക്ക് ഇപ്പൊ എടുക്കാൻ സമയമില്ല. നമുക്ക് പടം 10:50 അത് മിസ് ചെയ്യാൻ പറ്റും. ഏത് പടാ? അന്നേ പറഞ്ഞു ഒരു വരൂടെ വരുമെന്ന്. അമ്മയെ കൊണ്ട് കാണിക്കാന്ന് വിചാരിച്ച്. ചിരിക്കാൻ ഉണ്ടോന്ന് അമ്മ ചിരിക്കട്ടെ. 10:50 പടം തുടങ്ങും, അതുകൊണ്ട് നമുക്ക് ടൈമില്ല. അമ്മയ്ക്ക് മാത്രം എടുത്തിട്ട് നമ്മൾ ഓടുക. ഇത് ഇത് നോക്ക്, അമ്പനെ പഠിപ്പിക്കട്ടെ. അമ്പു അമ്പു അമ്പു. പേടി, അടുത്തോട്ട് വരുമ്പോ പേടിയുണ്ട്. ഇതില് ഫിക്സ് ചെയ്ത് ഇഷ്ടപ്പെട്ടോ? വെച്ച് നോക്ക്. അത് കൊള്ളാം. ഇല്ലാത്ത എല്ലാ കളറും ഉണ്ട്. ഓ, എല്ലാ കളറും ഉണ്ട്. ഈ കളറാ ഇല്ലാത്തത്. പിന്നെ ഈ കളർ എടുത്തു. ഇത് കോഡ് സെറ്റാ. തുണിയും കാണാൻ രസമുണ്ട്, ഒരു ഗ്ലേസിംഗ് ഉണ്ട്. ഷാള് വേണ്ട, ഇവര് തമ്മിൽ ഭയങ്കര തർക്കമാണ് ഗൈസ്. ഒരാൾ 1 പറയും, ഒരാൾ 2 പറയും. തള്ളയും മോളും 2 അടിയ. ഇതിനെ കൊണ്ടുവരുന്ന നമുക്ക് തലയ്ക്ക് ഒട്ടെടുക്കും. അമ്മ ഒരു കളർ പറയും, അവളൊരു കളർ പറയും. എന്നിട്ട് അമ്മ ഇടയ്ക്ക് വെച്ച് അമ്മ കാണാതെ പോകും. പിന്നെ അമ്മ തപ്പിപ്പോ അങ്ങ് പോകും. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. ഇതിലേക്ക് ഒരു ഡ്രസ് എടുത്തു, പക്ഷെ മുതലയുടെ മുഖം ഒരു മ്ലേച്ഛം ഒക്കെ കൂടി ഇഷ്ടപ്പെട്ടില്ല. ആൾക്കാർ പറയും ചേച്ചി ഇതൊക്കെ 2000-ൽ ഇറങ്ങിയ ഡിസൈനാ പാറ്റേൺ ആണ്. ഏട്ടൻ ഇഷ്ടപ്പെട്ടു. കടയിൽ എടുത്തിടുന്നത് എല്ലാം എവള് പറയാ, ഇതൊക്കെ പഴയ ഡിസൈൻ, പഴയ ഡിസൈൻ, പഴയ ഡിസൈൻ ചേച്ചി, പുതിയത് വരട്ടെ, പുതിയത് വരട്ടെ. അവര് തന്നെ കമന്റ് ഇടും ചേച്ചി അങ്ങ് പഴയ. നമുക്ക് പുതിയ വേറെ നോക്കാം. ഇതിപ്പോ തൽക്കാലം ഇടുമ്പോ ചേരും. തിരുവോണത്തിനിടാൻ കുറച്ചൊരു ഗ്രാൻഡ് ആയിട്ട് വേണം. സാരി എടുത്തിട്ടില്ല, കാരണം ഇവൻ സാരി അല്ലാതെ അമ്മയ്ക്ക് എടുത്തിട്ട് വേണം നടക്കത്തെ ഒരു സെറ്റിന്റെ അമ്മ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് എടുത്തത് ഇഷ്ടപ്പെട്ടില്ല. എവന് എടുത്തില്ല, ഏട്ടനും നമുക്ക് 2 കൂടെ എടുക്കാനുണ്ട്. കാരണം ഇവിടെ എനിക്ക് എവിടുന്ന് ഇങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു അല്ലേ? ക്ലാസ് എഴുതുന്നുണ്ട് ഇവിടെ. ഡേയ് ബില്ല് കൊടുത്തില്ലെങ്കിൽ അകത്ത് പോയി കഴിവാ. എക്സ്പെരിമെന്റ് കിട്ട്. വെള്ളത്തില് പണ്ട് ഞാനും മറ്റേ ബക്കറ്റ് ഇങ്ങനെ ഇളക്കിട്ടെ ഇങ്ങനെ ചുഴലിക്കാറ്റാണെങ്കിൽ നടക്കുമല്ലോ, നമുക്ക് ഇഷ്ടമല്ലായിരുന്നു. നമ്മൾ എക്സ്പ്ലോർ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വഴക്ക് പറയാതെ. പണ്ടത്തെ എന്നെ ഞാൻ എവിടെയും കാണുന്നുണ്ട് ചില നേരം. വളരട്ടെ. ഓണമായിട്ട് അമ്പൂട്ടൻ ഒരു പുതിയ കാറങ്ങ് വാങ്ങിച്ചാലോ? ഓ, ഇതൊന്നും താല്പര്യമില്ല ആശാന്. ഇതാ താല്പര്യം, വലുത്. ആ നോക്ക് നോക്ക് നോക്ക്, ആടി ആടി പോ നോക്ക്. ചൂണ്ടാറായടി, ചൂണ്ടാറായടി മൃദുലേ, ചൂണ്ടാറായടി കളിപ്പാട്ടത്തി. ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കാനാണ് ഉദ്ദേശിച്ചത്. ഇനിയിപ്പോ ഡ്രസ്സ് നോക്ക്. പെങ്കൊച്ചുങ്ങളൊക്കെ എന്ത് ക്യൂട്ടായില്ലേ, നോക്കടി. പെങ്കൊച്ചുങ്ങളായിരുന്നെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ചെറുക്കന്മാർക്ക് ഓപ്ഷൻസ് കുറവാ. ഇത് കൊള്ളാം അല്ലേ? കൊള്ളാം. ഇത് കാണാനേ ഒരു പ്രീമിയം ടച്ച് ഉണ്ട്. ഈ മെറ്റീരിയൽ മതി ബ്രോ, ഇത് മതി, ഈ മെറ്റീരിയൽ മതി. കാറിലാ നോട്ടം. ഇത് കൊള്ളാം കേട്ടോ.
ഈ മെറ്റീരിയലോടെ ഇതാകുമ്പോ അവന് നമുക്ക് കുഞ്ഞുങ്ങളെ കാണാൻ ഭംഗി വേണം, പക്ഷെ അവരുടെ കംഫർട്ട് നോക്കണം. അവിടെ ചൂണ്ടിക്കാണിക്കുക. എന്താ ചൂണ്ടിക്കാണിക്കുന്നേ? എടാ ഇത് വേണോ എന്ന് വെച്ച് അമ്മ നോക്കട്ടെ, വെച്ച് നോക്കട്ടെ. വേണ്ടേ? ഉടുപ്പ് വേണ്ടേ? വണ്ടി മതിയാ? പടത്തിന് കേറി പടം കണ്ടിട്ട് വരട്ടെ. അങ്ങനെ രണ്ടാമത്തെ വട്ടം നിവിന്റെ പടം കണ്ടിറങ്ങിയ ഭയങ്കര ശരിയായിരുന്നു അവിടെ. അമ്പൂട്ട നല്ല ഉറക്കമായിരുന്നു അല്ലേ? അമ്പൂട്ട ഭയങ്കര തണുപ്പില്ലേ? ഭയങ്കര തണുപ്പ്. അതിലൂടെ സത്യം പറയാൻ തിയേറ്റർ കൊള്ളൂല. ഞാൻ ഷാള് വെച്ച് പൊതിച്ചോണ്ടായിരുന്നു. അത്രയ്ക്ക് തണുപ്പായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. ഇനി നമ്മള് അമ്മയെ നേരെ വീട്ടിലാക്കിയിട്ട് നമുക്ക് ഇനി ട്രിവാൻഡ്രം പോണം. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അമ്പൂട്ടന് ഡ്രസ് എടുത്തു, ഏട്ടന് ഷർട്ട് എടുത്തു. അപ്പൊ ഇനി അമ്മയെ വീട്ടിലാക്കിയിട്ട് നല്ല ഡ്രൈവ് ആയിരുന്നല്ലേ ഏട്ടന്? ഇന്നത്തെ ദിവസം ഇന്നലെ നൈറ്റ് തൊട്ട് ഏതാണ്ട് 300 കിലോമീറ്റർ ഓടി. ഇനി വീട്ടിലോട്ട് പോകുന്നത് കൂട്ടാതെ ഫുൾ ഓട്ടായിരുന്നു. ട്രിവാൻഡ്രം പോയി, ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ തിരിച്ചും വന്നു. വീണ്ടും 3 വട്ടം ട്രിവാൻഡ്രം ട്രിപ്പായിരുന്നു. അങ്ങോട്ടും കൂട്ടല്ലേ ഏട്ടനെല്ലാരും ബോറടിക്കും. ഇന്നലെയൊക്കെ വീട്ടിൽ ബോറടിക്കുന്നത് എങ്ങും പോവാൻ ഡ്രൈവ് ചെയ്യണോ? ഡ്രൈവ് ചെയ്ത് മടുത്താണല്ലോ. ഓക്കെ, ഞങ്ങള് കാറി ഇരുന്ന് ഉറങ്ങട്ടെ. അപ്പൊ ഗുഡ് നൈറ്റ്. അപ്പൊ ഹാപ്പി ഓണം. എനിക്ക് ഹാപ്പി ഒന്നുമില്ല. എന്താണ് രാവിലെ തള്ളേ മോന് 2 ധ്രുവത്തിരിക്കുന്നത്? കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ? അതാ ധ്രുവത്തില് പോയിരിക്കുന്നത്. ഓണമായിട്ട് ഇന്നലത്തെ ഒരു ദിവസം നമ്മുടെ പോയി. 2 പേർക്കും പനി. ഇന്നാണ് ഇച്ചിരി കുഴപ്പമില്ലാതെ മൃദുല ഇരിക്കുന്നുണ്ട്. അമ്പുക്കുട്ടനും കുറച്ച്. അമ്പൂട്ടൻ ഇന്നലെ ഇച്ചിരി കുറഞ്ഞു. അവന് ചുമ മാത്രം കുറയുന്നില്ല. ഇവിടെ ഇങ്ങനെ കഫം. ഓണമായിട്ട് എന്താ ഇല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു വിശേഷ ദിവസം വരുമോ, നമുക്ക് എന്തെങ്കിലും ഒരു കുരു വരും. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അവന് അഡ്മിറ്റ് ആയിരുന്നു. എനിക്കും ഇടയ്ക്ക് വയ്യാതായിരുന്നു, പക്ഷെ പെട്ടെന്ന് മാറിയായിരുന്നു. ഇതെന്താണോ എന്തോ. ഇനിയാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്ന കേസ്. ഇനി വീട് ഫുള്ള് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് ഇപ്പം 2 മാസം ആയി. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. തറയൊക്കെ ഒന്ന് തൂക്കണം, ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റണം, തുണിയൊക്കെ കുറെ കഴുകണം, പിന്നെ ജനലൊക്കെ കുറച്ച് പൊടി അടിക്കണം. അത്രേ ഉള്ളൂ ക്ലീനിങ്. അമ്പൂട്ടന്റെ മുടി ഇരിക്കുന്ന നോക്കി അവരും ഒന്ന് മുടി കെട്ടണം. ഇവിടെ വാടാ, എടാ ഇവിടെ വരാൻ, എടാ ഇവിടെ വരാൻ. നിന്നെടുത്ത പിടിയിടി അവനെ. അയ്യോ, സ്വന്തമായിട്ട് ഇടിച്ച കരയത്തില്ല കേട്ടോ. നമ്മളെങ്ങാണോ ഇടിക്കണമായിരുന്നു. ആ ഇടിച്ചു നല്ലോണം. ആറാമത്തെ പല്ല് വന്നോ? പനി വന്ന് ഉണങ്ങി കേട്ടോ. ശരീരം നോക്കിയേ, നല്ല കൊഴുവഴ ഇരുന്നവനാ. അതിങ്ങനെ വായിക്ക് രുചിയില്ല, കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല. മണമില്ല, രുചിയില്ല. എനിക്ക് ഞാൻ മാത്രം ഈ വട്ടം രക്ഷപ്പെട്ടു നിങ്ങളുടെ ആ ഒരു സർക്കിളിൽ നിന്ന്. കൊടുത്തിട്ട് പോവാ വേഗം. പണികളുണ്ട് നമുക്ക്. നിങ്ങളെ പിള്ളേർ ഇങ്ങനെയാണ് മരുന്ന് കൊടുക്കാൻ സത്യം പറഞ്ഞ പാട് പെടുക കേട്ടോ ചെറുക്കനെ കൊണ്ട്. എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേട്ടാ? ഹെൽപ്പ് വേണ്ട ചേട്ടാ. വേണ്ടല്ലോ. വേണ്ട. എല്ലാം അപ്പനെ ചെയ്യൂലേ? ഇത് പുതിയ ബെഡ്ഷീറ്റ്. എല്ലാ പുതിയ ബെഡ്ഷീറ്റ് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് എടുക്കൂല. മൃദുലക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. ഒരു പുതിയ സാധനം പൊട്ടിക്കുന്നതിനോട് വലിയ താല്പര്യക്കേടാ. ഓണം വിശേഷത്തിന് ഇടാ. ഇപ്പൊ പുതിയതിന് നീ ഇപ്പൊ പോയി വാങ്ങിച്ചോ? ഓണത്തിന് പുതിയത് വിരിക്കണം. നീ എന്ന് വാങ്ങിച്ചെന്നറിയോ? ഇതിപ്പോ താണ്ടിപ്പോ വിരിക്കാൻ പോവാ. അത് പക്ഷേ ക്യൂന നമ്മുടെ അവിടെ വിരിക്കാൻ പറ്റത്തില്ല. നമ്മളെ കിങ് ആണോ? നമ്മള് കിങ്. ഇവിടെ ക്യൂനാ. ഈ 2 അലമാര നമ്മൾ അന്ന് വീട്ടിൽ വാങ്ങിച്ചപ്പോ പറഞ്ഞ് എന്തിനാണ് ഈ 2 അലമാരയ്ക്ക്? ഈ 2 അലമാര നിറച്ച സാധനം ഇനിയില്ല. നമ്മള് പറഞ്ഞായിരുന്നു നമുക്ക് അലമാര കൊടുക്കാന്ന്. പറ്റത്തില്ല, നമുക്ക് ഡ്രസ്സ് വെച്ചിട്ട് അലമാര ഫുള്ളായോ. ഇവിടെ ഒരുത്തൻ ഓടിപ്പാടി നടക്കുക. നിനക്കോ? എന്നാ ചെയ്തോ, ഫുൾ ചെയ്തോ. എനിക്കും ഇഷ്ടം. അവന് ഇത് ഇതിന്റെ മുകളിൽ മൊത്തം എന്റെ ഗാഡ്ജറ്റ്സിന്റെ ബോക്സും ബില്ലും മറ്റു സാധനങ്ങളും.
ഞാൻ പനിയായതുകൊണ്ട് ഉണ്ടോ എന്റെ ടാബ് കൂടെ കിടക്കുന്നുണ്ടോ ഞാൻ ഇവിടെ ഏട്ടൻ കിടന്നതിന്റെ കോലമായി കാണുന്നത്. ഇപ്പം അതുകൊണ്ട് എനിക്ക് പനി വന്നില്ല. സത്യം പറഞ്ഞ പനി ആയി കഴിഞ്ഞാൽ ഗൈസ് മാറി കിടക്കുക. എന്നിട്ട് ഞാൻ ഇന്നലെ ബോറടിച്ചപ്പോൾ നിങ്ങളുടെ അടുത്തൊന്നും കിടന്നായിരുന്നു. വെളുപ്പിന് വന്ന് അവിടെ കിടന്നു. എന്തോ ഒറ്റ കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. 2 ദിവസമായിട്ട് ഇവിടെ കിടന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് പനി വന്നില്ല. ഈ ഉറക്കത്തിനാണ് പനി പാസ് ചെയ്യുന്നത്. നമ്മൾ ഉറക്കത്തിന് അറിയാതെ കെട്ടിയൊക്കെ പിടിക്കും, നമ്മളിങ്ങനെ ഹഗ്ഗൊക്കെ ചെയ്ത് കിടക്കും. വലിയ പാടാണ് ഗൈസ്. എന്തായാലും പോയി പണി ചെയ്യടാ എന്നെ പോലെ. എടുത്ത് തോട്ടി കളയടി. ചില്ലറ. ഓഹോ ഓഹോ ഇറങ്ങടാ. ഇതൊക്കെ പണ്ട് എന്റെ ഗുണമാ, ഈ വിരിക്കാൻ നേരത്തും ചാടുന്നതൊക്കെ. ചില നേരം എന്നെ അനുകരിക്കുകയോടുന്നു. ഇവിടെ ഇറങ്ങി വാടാ. ചെറുക്കനിപ്പോ ഒരു പേടിയില്ല എന്നെ. ഞാൻ ഇന്നലെ അവന് ചിപ്സ് തിന്നാൻ കൊടുത്തേ. പാത്രത്തിൽ നിന്ന് എടുത്തോണ്ടുപോയി സീറ്റിലിട്ട് അതിന്റെ പുറത്ത് കേറിയിരുന്നു. എന്നിട്ട് ഇങ്ങനെ സ്പീഡിന് വന്നിട്ട് ഇങ്ങനെ തിരിയുമല്ലോ, അപ്പൊ ഇതിങ്ങനെ തറയിൽ പോയി. അതൊരു കളി, അത് കണ്ട് രസിക്കുന്നു. ചില്ലറ കൊഴുപ്പല്ലേ മോനി. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ക്ലീൻ ആക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇറങ്ങടാ ഇവിടെ. നിന്റെ ചവിട്ട് നാടകം മതി ഇവിടെ. പണ്ട് ക്ലീൻ ചെയ്യുമ്പോ ഇതുപോലൊരു സാധനം ഇല്ലായിരുന്നു ശല്യം ചെയ്യാൻ. ഞാൻ ഈ റൂം തുടച്ചത് കഥ പഠിച്ചിട്ട് ഏട്ട എടുത്തിട്ടില്ലേ. ഫുൾ അടി തിളങ്ങുന്നില്ലേ. കൊതുക് കയറി അത് ജെല്ലാം കടിച്ചു. നമുക്കത് ജെല്ലാം കൊണ്ടാൻ പറ്റാത്ത അമ്പുകൂട്ടി കിടക്കുന്ന രസമുണ്ട്, കളർഫുൾ. കഴിഞ്ഞ 6 മണിയായി ഗൈസ്. 6 മണിയോ? പിന്നെ സമയം പോയി പോക്കേ. 6 മണിയായി. തുടക്കാനും നിന്ന 6 മണി പോരാ, സമയം വേണം. അയ്യോ, ഹാള് വലുതായിട്ട് കാണാനൊക്കെ നല്ല രസമാ ഇല്ലേ അമ്പുകുട്ടി? വായിലുള്ള ബാറ്ററിയോ? തുപ്പടാ തുപ്പടാ കൊണ്ട് ഓടി നോക്കിയ. ഇതെന്നെ വലം വെക്കുന്ന എന്തായി? ഫ്രിഡ്ജ് തുടപ്പാണോ? ഫ്രിഡ്ജിന്റെ അകം തുടക്കണം. അതവന് തുണി എടുക്കുന്ന ഓർമ്മ വേണം. ഇവിടുന്ന് തുണി എടുത്തിട്ട് താത്തു പറയും. താങ്ക് യു. പറഞ്ഞില്ല. വലിയ ഇറങ്ങനായി പോയി. താനെ കഴിഞ്ഞ് ഇറങ്ങി വന്നോളൂ. ഇപ്പൊ ജോലിയൊക്കെ ഒതുങ്ങി. ഇനി കുളിച്ചിട്ട് ഒരുങ്ങി പോവാലോ പുറത്തോട്ട്. ആ ശരി, ഇനി ഹാള് വൃത്തിയായി. കലാത്തിക്ക് ഒരു വളവും വേണ്ടല്ലേ കേറി വളർന്നു വരാൻ. മൊത്തം നോക്കി ഇത്ര ചെത്തിക്കളയണം. നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത് ഇവിടെ നിരത്തി വെക്കാതെ, നിരത്തി വെച്ചിരുന്നെങ്കിൽ വീടൊരു കാടായത്. പിന്നെ കൊറേ അല്ലേ കരിഞ്ഞു കേട്ടോ. ഇത് എന്തിനായിരിക്കും അല്ലേ പണിഞ്ഞത്? ഈ ഒരു ഗുഹ കണക്ക്. അതല്ലേ ആവശ്യമില്ലായിരുന്നല്ലേ ഇതിന്റെ ആവശ്യം. അത്രയും സ്പേസ് അല്ല. ഇത് മാറ്റിയിരുന്ന വണ്ടി കുറച്ചുകൂടി ഇങ്ങോട്ട് ഇടായിരുന്നു. സത്യം. അതല്ലേ നമുക്ക് ഒന്നാമത് ഇടമില്ല. തുറന്നാ വലിയായിട്ട് കാറ്റും ഒന്നും കാണത്തില്ല. ഇത് വേണ്ടായിരുന്നു. അത്ര ഇടവും കൂടി പോയി.
സത്യം ഇത് സദ്യ എന്തായാലും നാളെ അല്ല നോക്കി എന്തോ കറക്റ്റ് അടിപൊളി വലിയൊരു പക്ഷെ വാഴയിലയിൽ കഴിക്കുന്നോണ്ടുള്ള ഗുണം വേറെ ആന്റി ഓക്സിഡൻസ് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഇരുന്നേനെ എല്ലാം എടുത്ത് വായിലോട്ട് വെക്കുന്നു ചെറുക്കൻ ചോറ് കൊണ്ട് അവന്റെ പുറകെ നടക്കണം ഇല തിന്നുന്നു നിന്റെ മോയി ഇതിനെ എങ്ങനെ ഇതിനെ പുറത്തിറക്കുന്നതിനെ നിനക്ക് വേറെ ഒന്നുകൂടെ തിന്നായില്ലടാ നിനക്ക് അമ്മയൊക്കെ എപ്പോഴും പൂച്ച ഓട്ടിച്ചോണ്ട് വരുന്നത് അത് ഓടത്തുമില്ല നിന്ന് കൊടുക്കും തോണ്ടാനൊക്കെ എടാ ഓണമായിട്ട് പൂച്ചയുടെ നള്ളു കിട്ടും ഉള്ളായാലും ഞാൻ പറഞ്ഞേക്കാം സത്യമായിട്ടും പൂച്ചയുടെ നള്ളു കിട്ടും അമ്പൂന് ആ നീ ഓണമായിട്ട് ഓണം അല്ല മറ്റേ ദിവസങ്ങളിലൊക്കെ 6 മണി കഴിഞ്ഞ് തൂത്താ വഴക്ക് പറയും അമ്മൂമ്മ വഴക്ക് പറയും അമ്മ വഴക്ക് പറയും എല്ലാവരും വഴക്ക് പറയും പക്ഷേ ഈ ഓണത്തിന്റെ 10 ദിവസം ഉണ്ടല്ലോ അത്തം തൊട്ട് തിരുവോണം വരെ രാത്രി 10 മണി വരെയും തൂക്കാം ആരും ഒന്നും പറയത്തില്ല ഇതിനെ കൊണ്ട് പോവാമോ ഞാൻ തൂത്തിട്ട് കയറി വരാം പൊക്കോ രോമം പിച്ചെടുക്കുന്ന മോന്റെ നോക്കുന്നു കൊതുകുണ്ടോ ഭയങ്കര കൊതുകൂട് അതിനെ വായി പിടിക്കുന്ന എന്തുവാ എന്തോ പോയി താഴെ കണ്ടോ നമ്മുടെ അയലോക്കം കണ്ടോ എന്ത് നീറ്റാകുമ്പോൾ ഒരു ചവറ് പോലും ഇടത്തില്ല കിടക്കുന്നുണ്ടോ എന്ത് ഹരിതാപം പച്ചപ്പവും നോക്കി നമ്മുടെ സൈഡിൽ വാഴ നമുക്ക് ഇല വെട്ടാം ഇഷ്ടം പോലെ ഇതൊക്കെ നല്ല ഇലട്ടാ ഇവിടെ അടിപൊളി പക്ഷെ ഇത് കണ്ടോ ഇതെനി എങ്ങനെ എടുക്കും കേട്ടോ എന്ത് താഴെ പോയി ഈ സാധനം മറ്റേ ഇത് പ്ലംബിങ്ങിന്റെ അങ്ങനെ വീടൊക്കെ വൃത്തിയാക്കി നമ്മൾ നേരെ ലുലു മോളിലോട്ട് വന്ന് നമുക്ക് നാളത്തെ വേണ്ട കുറച്ച് സാധനങ്ങൾ ചിപ്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അതെ എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കണം ഈ പിള്ളേർക്ക് ആർക്ക് ഓണമായിട്ട് ഓണം ഒരുക്കണ്ടേ എന്തോ ഒരു തിരക്കാ ലുലു മോളി എല്ലാരും പോയി ഓണം ഒരുക്കുന്നേ അതെ എല്ലാവർക്കും ഇൻസ്റ്റന്റ് അല്ലേ അതുകൊണ്ട് ആർക്കും ഒരു പരിപാടി ഇല്ലായിരിക്കും എനിക്ക് തുണി വിരിക്കണം ബാക്കി നമുക്കിന്ന് അത്ര ഇൻസ്റ്റന്റ് അല്ലായിരുന്നു നമുക്കിനി ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം അല്ലേ ഡെക്കറേറ്റ് ചെയ്യണം ഡെക്കറേറ്റ് എന്തുവാ ആ പൂ വള്ളിയെടുത്ത് അങ്ങോട്ട് ഇടണം ഇങ്ങോട്ട് ഇടണം അത്രയല്ലേ ഉള്ളൂ ഡെക്കറേഷൻ പൂക്കളോടാണ് വലിച്ചെടുത്തോണ്ട് പോയാലോ ഇഷ്ടംപോലെ കിടക്കും ഇതും കൊണ്ടങ്ങ് വീട്ടിൽ പോയി ഇട്ടാ മതി കേട്ടോ എന്തിനാ പൂക്കളം പൊളി സാധനം അത്തപ്പൂക്കളം ഇല്ല സാധാരണ ഇവിടെ വലിയ അത്തപ്പൂക്കളം ഇടുന്നതാണല്ലോ വേറെന്തോ പരിപാടിയുടെ ആയിരുന്നു കൊറേ ദിവസം ഇങ്ങോട്ടോ ഈ വഴിക്ക് വന്നിട്ട് ഈ അത്തപ്പൂക്കളം കൊള്ളാം കേട്ടോ ഇതും കൊള്ളാം കഥകളിയുടെ ഓ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വള്ളമൊക്കെ ആയിട്ടേ അതുകൊണ്ട് കുറെ നാളായിട്ട് നോക്കി വെച്ച ഒരു ക്രോക്സ് ആയിരുന്നു അന്ന് ഓഫറിന് കിട്ടിയില്ല ഇന്നിപ്പോ ഓഫറിന് കിട്ടി ഇന്ന് വാങ്ങിച്ചു ക്രോക്സ് ഫാമിലി ആയി എല്ലാരും പറയാം കളർ കൊള്ളാം നല്ല കളർ എല്ലാത്തിന്റെ കൂടെ പോകും ഹേ ഗായ്സ് അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു നമ്മൾ നേരെ വീട്ടിൽ വന്നു സമയം 12 മണി ആവാറായിട്ടുണ്ട് സോ നാളെ തിരുവോണമാണ് അല്ലേ അമ്പുക്കുട്ടി നാളെ എന്തുവാ അമ്പുട്ടന്റെ രണ്ടാമത്തെ ഓണം ആണെങ്കിലും നമ്മൾ ആഘോഷിക്കാൻ പോകുന്ന നമ്മുടെ അതേ രീതിയിൽ ആഘോഷിക്കാൻ പോകുന്ന ആദ്യത്തെ ഓണം അതാണ് കറക്റ്റ് യെസ് നമ്മുടെ കല്യാണം കഴിഞ്ഞും ഇത് 3ാമത്തെ ഓണം ആണെങ്കിലും അല്ലെ മൂന്നാമത്തെ തോന്നുന്നു കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ ഓണം എങ്കിലും നമ്മള് ആദ്യമായിട്ട് ആഘോഷിക്കുന്ന ഓണം ഇതാണ് 2 ഓണം നമ്മൾ ആഘോഷിച്ചിട്ടില്ല വലിയ ആഘോഷമൊന്നുമല്ല നമ്മളെ 3 പേരുടെയും ചെറിയ ലോകം ആ ഒരു ചെറിയ ലോകത്തുള്ള മനസ്സിന് സന്തോഷം വേറൊന്നും വേണ്ട മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ തന്നെ ആഘോഷമല്ലേ എന്ന് പറയുന്നത് മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ തന്നെ ഹാപ്പിനെസ് അല്ലേ അതാ എല്ലാവരും ഹാപ്പി ഓണം പറ ഹാപ്പി ഓണം അതുണ്ടായിരുന്നു അത്രേ ഉള്ളൂ സോ നാളെ കാണാം നാളെ നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം നമ്മൾ പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വലിയ ഇറങ്ങാനാ അപ്പൊ നമുക്ക് ഇന്ന് നൈറ്റ് തന്നെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് സോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അതിനുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്
അപ്പം നാളത്തെ വിശേഷങ്ങൾ നാളെ കാണാം, തിരുവോണത്തിന് കാണാമോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഹോപ്പി എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിലുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ.